ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്കൂൾ മാനേജ്മെന്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതൊരു ഡിഫറൻസിയേഷൻ കൊടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ആ ഒരു വേർഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്താണ് ആ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് is a practice of empowering members of a group such as employees of the company, teachers of an education institution, or member of a community to participate in organizational decision making, in the analysis of problems, development of strategies, and an implementation of solution. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീന്, അത് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഒരു തരം പവർ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പല കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ ഐഡിയാസ് ആൻഡ് സജഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനും പറയാനും, അത് ഒരു ഗ്രൂപ്പ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുന്നിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മുന്നിൽ അവരുടെ സജഷൻസ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അവർക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു തരം സ്റ്റേജ് ആണ് ഈ ഒരു പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സ്കൂളിലെ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ടീച്ചേഴ്സിന് അവിടെ നടക്കുന്ന എല്ലാ പ്രോബ്ലം അനാലിസിസിലും അല്ലെങ്കിൽ ഏത് തരം സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലും ടീച്ചേഴ്സിന് വളരെയധികം റോള് നൽകുന്ന ഒരു മാനേജ്മെന്റിനെയാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, employees can share their views and ideas in the decision making process of the firm. അവർ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീന് അവരുടെ വ്യൂസും ഐഡിയാസും സജഷൻസും എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു പവർ ഇവിടെ മാനേജ്മെന്റ് നൽകുന്നതായിരിക്കും. This involves management treating the ideas and suggestions of the employees with consideration and respect. ഈ ഒരു ഇത്തരം ഒരു മാനേജ്മെന്റില് എംപ്ലോയി നൽകുന്ന ഐഡിയാസും സജഷൻസും വളരെ റെസ്പെക്റ്റോടുകൂടെ വളരെ കൺസിഡറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കുക. ഇവിടെ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ലീഡ് റോൾ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ വെർട്ടിക്കൽ മാനേജ്മെന്റ് സിസ്റ്റം. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വെർട്ടിക്കൽ മാനേജ്മെന്റിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കൺസെപ്റ്റ് ആണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു വേർഡ് അർത്ഥമാക്കുന്ന പോലെ തന്നെ എംപ്ലോയിക്ക് എല്ലാ തരത്തിലുള്ള പാർട്ടിസിപ്പേഷനും ഇവിടെ മാനേജ്മെന്റ് നൽകുന്നതായിരിക്കും. ഇതാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. നെക്സ്റ്റ് ടോപ്പിക്, ഫോർ പ്രോസസ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ. ഇനി ഒരു എംപ്ലോയി ഇത്തരം ഡിസിഷൻ മേക്കിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിൽ അവരത് ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള 4 പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഫോർമേഷൻ ഷെയറിംഗ്. അതായത് കീപ്പിംഗ് എംപ്ലോയീസ് ഇൻഫോംഡ് അബൌട്ട് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫേം ഓഫ് ഓർഗനൈസേഷൻ. ഇങ്ങനെ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിലുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എംപ്ലോയിക്ക് കൂടെ അറിയുന്നതായിരിക്കും. അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന എല്ലാ തരം എക്കണോമിക് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ബാക്കി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വരെ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം. അത് അവരെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യും. ഇൻഫോർമേഷൻ ഷെയറിംഗ്. നെക്സ്റ്റ് വൺ, ട്രെയിനിങ്, raising the skill levels of employees and offer development opportunities. ഇത്തരം ഫേമുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ട്രെയിനിങ്, പ്രത്യേകിച്ച് എംപ്ലോയീസിന് നൽകുന്ന ട്രെയിനിങ്സ് അവരുടെ സ്കിൽ ലെവൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് റൈസ് അപ്പ് ചെയ്യാൻ അവരെ സഹായിക്കും. അവർക്ക് ഓരോ തരത്തിലും എന്താ പറയാ ഡെവലപ്മെന്റ് മാത്രമായിരിക്കും എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രെയിനിങ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണെങ്കിലും ട്രെയിനിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പേഴ്സൺസ് ഹൂസ് ആർ വർക്കിംഗ് ഓവർ ദർ. ഓക്കെ, നെക്സ്റ്റ് വൺ, എംപ്ലോയി ഡിസിഷൻ മേക്കിംഗ്. ഇത്
നമുക്കറിയാം ഓൾറെഡി പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ ഡിസിഷൻ മേക്കിംഗിൽ എംപ്ലോയിന് വളരെ ഒരു കീ റോൾ ഉണ്ട്. അതായത് അവിടെ നടക്കുന്ന വർക്ക് ഷെഡ്യൂൾസ് ഡിറ്റർമൈൻ ചെയ്യാനും എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലെല്ലാം എംപ്ലോയിക്ക് കൂടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു പവർ ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോസസ്സസ് റിവാർഡ്സ് for performance and their ideas and സജഷൻസ്. അതായത് എംപ്ലോയി നൽകുന്ന ഒരു ടീച്ചർ കൊടുക്കുന്ന സജഷൻസിന് അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർക്ക് റിവാർഡ്സ് കൊടുക്കാൻ മാനേജ്മെന്റിന് സാധിക്കുകയാണെങ്കിൽ അതൊരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടായിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ ഈ 4 പ്രോസസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻഫർമേഷൻ ഷെയറിംഗ്, ട്രെയിനിങ്, എംപ്ലോയി ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിവാർഡ്സ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടായിരിക്കും ഏതൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം അവരെ അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ is what are the advantages of participatory management. നമുക്കറിയാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം അഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും അല്ലെ. ഫസ്റ്റ് വൺ ആണ് മിനിമൈസിങ് സോഷ്യൽ കോൺഫ്ലിക്ട്സ്. ഈ നമ്മളൊരു ഓർഗനൈസേഷനിൽ ആസ് എൻ എംപ്ലോയർ അല്ലെങ്കിൽ ആസ് എ ഫെസിലിറ്റേറ്റർ നമുക്ക് നല്ലൊരു റോള് കിട്ടുക അല്ലെങ്കിൽ നമുക്കൊരു പവർ ഉണ്ടാവുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ തരത്തിലും കോൺഫ്ലിക്ട്സ് എന്നെല്ലാം നമ്മളെ ഒന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. ഇൻ കേസ് നമ്മൾ അവിടുത്തെ ഒരു കീ റോൾ അല്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള കോൺഫ്ലിക്ട്സും അത് മാനേജ്മെന്റിനോടായിരിക്കാം അല്ലെങ്കിൽ ബാക്കി അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഇടയിലായിരിക്കാം. പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാം ഓപ്പൺ അപ്പ് ആണ്. അവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരവരുടെ ഐഡിയാസും സജഷൻസും എല്ലാം ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട്സ് വരാന്നുള്ളത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടുവാർഡ്സ് ദ ജോബ് ഡൺ. അവർ ചെയ്യുന്ന ഒരു ജോലിയോട് അവർക്ക് വളരെ എന്താ പറയാ മാം മൈക്ക് മ്യൂട്ട് ആയി പോയി. സോറി നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു വളരെ അധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എംപ്ലോയീസ് ടു യൂസ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇത്തരം നമുക്ക് ഇൻഫർമേഷൻ ഷെയറിംഗ് എല്ലാം വരുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാനും ആ ഒരു എംപ്ലോയിക്ക് സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് മോർ ഇൻഡിപെൻഡൻസ്. നമുക്ക് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ആരെയും ഡിപ്പെൻഡന്റ് ചെയ്യാതെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഐഡിയാസ് സജഷൻസ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ പറയാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. നെക്സ്റ്റ് നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ നമ്മളില്ലാതെ ആ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അല്ലെ. അപ്പൊ നമ്മൾ അവിടുത്തെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് വളരെയധികം പോസിറ്റീവ്നെസ് കൊണ്ടുവരുന്നതാണ്. സോ ദാറ്റ് ഇസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ അതോ എനിക്ക് മാത്രമാണോ? അല്ലല്ല, ക്ലാസ് കട്ടായി തോന്നണല്ലേ. കിട്ടുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ല മാം, കട്ടായി പോയി. ഇപ്പൊ ഓക്കെ ആണോ? നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓക്കെ ആണ് മാം. ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്.
ഓക്കെ, ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഫീലിംഗ് ആസ് ആൻ ഇന്റഗ്രൽ കമ്പോണന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ വളരെ ഒരു മേജർ പാർട്ടാണ്, നമ്മളൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പോണന്റ് ആണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് വളരെയധികം പോസിറ്റീവ്നെസ് നമ്മുടെ ജോബിൽ തരുന്നതായിരിക്കും. ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെയധികം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് റെഡ്യൂസ്ഡ് കോസ്റ്റ് ത്രൂ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പല പല ആളുകളുടെ ഐഡിയാസും സജഷൻസും വരുമ്പോൾ അതിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ ഐഡിയ നമുക്ക് ചൂസ് കോസ്റ്റ് ഇതെല്ലാം പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ അഡ്വാൻറ്റേജ് ആണ് ഡിസ്കസ് ചെയ്തത്. കൂടെ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് കൂടെ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ഇസ് ഡിസിഷൻ മേക്കിംഗ് സ്ലോസ് ഡൗൺ. നമുക്കറിയാം പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ ഒരുപാട് പേരുടെ സജഷൻസും ഐഡിയാസിനും വേണ്ടി കാത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ചിലപ്പോൾ കുറച്ചൊന്ന് പതുക്കെ ആവാൻ ചാൻസ് കൂടുതലാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ. നെക്സ്റ്റ് വൺ ഇസ് സെക്യൂരിറ്റി റീസൺസ്. ഇത് ഒരുപാട് പേരുമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ലീക്ക് ഔട്ട് ആവാൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് വരാൻ ചെറിയ രീതിയിൽ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്പിംഗ് ഈഗോയിസം ഓർ അറഗൻസ്. പലതരത്തിലുള്ള ഒപ്പീനിയൻസും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ടീച്ചേഴ്സ് തമ്മിൽ ഒരു ഈഗോ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്ലാഷ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് ഈ ഒരു മാനേജ്മെന്റിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ എംപവർമെന്റ് മേ ലീഡ് ടു ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഒപ്പീനിയൻസ്. ഇവിടെ പല 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 ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മേ ബി ചിലവരിലെങ്കിലും അവരുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് അല്ല, മറ്റുള്ളവർ ചെയ്യുന്നത് കറക്റ്റ് ആണ്, അങ്ങനെയുള്ള ഒരു തോട്ട് മേ ബി ചിലവരിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറക്കാനായിട്ട് ചെറിയൊരു ചാൻസ് വരുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെന്റിൽ. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ്, culture, human resources are different. So deep understanding of all these things are very important before choosing the management. നമ്മളിപ്പോ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞു, അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഏത് തരം മാനേജ്മെന്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ അതിന്റെ മുന്നേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണ്, അവിടുത്തെ ഒരു കൾച്ചർ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഇതിനെല്ലാം കുറിച്ചൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു നമ്മൾ ഏത് മാനേജ്മെന്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിനുശേഷമാണ് കേട്ടോ. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഏത് തരം മാനേജ്മെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഒരു മാനേജ്മെന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ മേ ബി അതൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ മാനേജ്മെന്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ ഓർഗനൈസേഷൻ ഫസ്റ്റ്, ലേറ്റർ വി ക്യാൻ ഡിസൈഡ് മാനേജ്മെന്റ് ടു ബി ഇംപ്ലിമെന്റഡ് ഓവർ ദർ. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താന്നുള്ളത് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കുറച്ച് ഓപ്ഷൻസ് എല്ലാം നോക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Okay, so we'll continue. Next one is non-participative management. Participative management clear ആണെങ്കിൽ I hope
നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് ഈസ് ഡൺ അറ്റ് ദ ടോപ്പ് ലെവൽ like the board management or the principal of the educational institution. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഡിസിഷൻ മേക്കിംഗ് അത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫേം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങും അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടോപ്പ് ലെവൽ മാത്രമായിരിക്കും തീരുമാനിക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിന് ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു ഇൻക്ലൂഡ്നെസ്സും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല. ബോർഡ് മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പളോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റി മാത്രമാണ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ ഒരു മാനേജ്മെന്റിൽ എടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, ഇൻസ്റ്റെഡ് ഓഫ് മ്യൂച്വൽ ഡിസ്കഷൻ meek obedience is expected from the employee. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിൽ എംപ്ലോയി വളരെ പോസിറ്റീവ് ആയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിൽ വളരെ ഒബീഡിയന്റ് ആയിട്ട് എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും എന്ത് കാര്യം സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും അത് വളരെ ഒബീഡിയന്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് എംപ്ലോയിനെയാണ് ഈ ഒരു മാനേജ്മെന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, their views and opinions are not considered and respected. എംപ്ലോയി മുന്നിലോട്ട് വെക്കുന്ന സജഷൻസ് ആയിക്കോട്ടെ ഒപ്പീനിയൻസ് ആയിക്കോട്ടെ അതെല്ലാം റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല. മേ ബി അത് കൺസിഡറേഷനിൽ കൊണ്ടുവരുന്നതും ആയിരിക്കില്ല. അത്തരം ടൈപ്പ് ഓഫ് ഒരു റിജിഡ് മാനേജ്മെന്റ് ആണ് നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് എ റിജിഡ് ആൻഡ് അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ്, ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു എംപ്ലോയിന്റെ സജഷൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, അതൊരു അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ് ആണ്. ഞങ്ങൾ പറയും, ഞങ്ങൾ കൽപ്പിക്കും, നിങ്ങൾ അത് അനുസരിച്ചോളുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആണ് നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ നമുക്കതിന് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്നും വിളിക്കാം. ഇതാണ് നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കമ്പാരിസൺ നോക്കാം. എന്തൊക്കെയാണ് പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് തമ്മിലുള്ള കുറച്ച് കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണ്. ഐഡിയാസ് സജഷൻസ് ഒക്കെ വരുന്ന അനുസരിച്ചിട്ട് അവരുടെ പ്ലാനുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഫ്ലെക്സിബിൾ ആയിട്ട് വരുത്താൻ ഇവിടെ മാനേജ്മെന്റിന് സാധിക്കും. ആൻഡ് പീപ്പിൾ ഓറിയന്റഡ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയും അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ്. അവർക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ, ഡിസിഷൻ എമർജസ് ഫ്രം വിത്തിൻ. അവിടെ വർക്ക് ചെയ്യുന്ന ഫേമിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ഐഡിയാസും സജഷൻസും പറയാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. ഡിസിഷൻസ് എല്ലാം അവരവർ തന്നെയാണ് എടുക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് എല്ലാം വരുന്നത്. ഇവിടെ ഒരു ബോർഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു പവർ അതോറിറ്റേറ്റീവ് ടൈപ്പ് ഇവിടെ ഇല്ല. ഹൂവർ ഇസ് വർക്കിംഗ് ഓവർ ദെയർ അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള കാപ്പബിലിറ്റി ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഗീവ്സ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ടു എവറി മെമ്പർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡമും ഒരു ഡിഗ്നിറ്റിയും ഈ ഒരു മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മോട്ടിവേഷൻ കംസ് ഫ്രം വിത്തിൻ. ഇവിടെ ഓരോ എംപ്ലോയിയും അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു മോട്ടിവേഷൻ വരുന്നത്. വേറെ ആരും മോട്ടിവേഷൻ പുറമേ നിന്ന് കൊടുക്കാനൊന്നുമില്ല അല്ലെ. അവർ ഐഡിയാസ് സജഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവ്നെസ് വരും, ഒരു മോട്ടിവേഷൻ വരും. നെക്സ്റ്റ് വൺ ഈസ് ഫോക്കസ് ഇസ് ഓൺ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഓരോ വ്യക്തിയെയും ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു മാനേജ്മെന്റ് മൂവ് ചെയ്യുന്നത്. മാനേജർ ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഇസ് മോർ ലൈക്ലി ലീഡർ. ആ ഫേമിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ആയിക്കോട്ടെ ബാക്കി ബോർഡ് മെമ്പേഴ്സ് ആയിക്കോട്ടെ അവരൊരു ലീഡർഷിപ്പ്, ഒരു നല്ലൊരു ലീഡർ ആയിട്ട് മുന്നിൽ നിന്ന് നയിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് തന്നെ വിത്തിൻ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. അപ്പൊ നോൺ പാർട്ടിസിപ്പേറ്ററി എന്തായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു. മറ്റത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ
ഇതൊരു റിജിഡ് ആൻഡ് ഒരു അതോറിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ്. എവറിത്തിങ് കംസ് ഫ്രം എബൌട്ട്. എല്ലാ സജഷൻസും എല്ലാ ഡിസിഷൻസും മുകളിൽ നിന്ന് വരും. നമ്മളത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മെമ്പേഴ്സ് ഹാവ് ടു ഒബേ ദ റൂൾസ് ആൻഡ് ഓർഡേഴ്സ്. എന്താണോ നമ്മുടെ ഫേം എടുക്കുന്ന റൂൾസ്, അവരുടെ ഓർഡേഴ്സ് എന്താണോ ആസ് ആൻ എംപ്ലോയി നമ്മൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ മെമ്പറിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മോട്ടിവേഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ ദ മാനേജർ. ഇവിടെ സെൽഫായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഡയറക്ട്ലി നമുക്ക് ഓർഡർ വരെ മാത്രം ചെയ്യാം അല്ലെ നമ്മുടെ ഹയർ അതോറിറ്റിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജർ സൈഡിൽ നിന്നായിരിക്കും. നമുക്കൊരു സെൽഫായിട്ട് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു നമ്മൾ ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് ഇത്തരം ടൈപ്പ് ഓഫ് മാനേജ്മെന്റിൽ എക്സ്പെക്ട് ചെയ്യണ്ട. നെക്സ്റ്റ് is focuses on the manager or principal or chief executive of the firm. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ ഓരോ എംപ്ലോയിക്കും അവരുടേതായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയില്ല. ആ ഒരു ഫേമിലെ ഹയർ അതോറിറ്റിക്ക് മാത്രമായിരിക്കും ഫോക്കസ് വരുന്നത്. ബാക്കി എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജസ്റ്റ് ഒരു എംപ്ലോയി മാത്രമായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, മാനേജർ ഇസ് മോർ ലൈക്ക് എൻ അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പേറ്ററിയിൽ ഒരു ലീഡർ ആയിരുന്നു മാനേജർ. ഇവിടെ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് ആണ് മാനേജർ. ആ ഒരു നിലയിലായിരിക്കും നമ്മൾ ബാക്കി നമ്മുടെ ബോർഡ് മെമ്പേഴ്സിനെയും മാനേജേഴ്സിനെയും എല്ലാം കാണുന്നത്. ഇതൊരു വ്യക്തമായിട്ടുള്ള ഡിഫറൻസിയേഷൻ ആണ്. തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ വളരെ എളുപ്പമായിരിക്കും അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ ഹോപ്പ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ടോപ്പിക്കിൽ പറയുന്നുള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ജസ്റ്റ് ഒരു കമ്പാരിസണും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ആ ഒരു ഡിഫറൻസിയേഷൻ ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? സ്കൂൾ മാനേജ്മെന്റ് എന്തായിരുന്നു അല്ലെ? നമുക്ക് എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? ഇറ്റ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ് വിച്ച് പ്രൊവൈഡ് നോളേജ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ്. അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അല്ലെ. ഡേ ബൈ ഡേ നമ്മൾ ഓരോ കാര്യങ്ങളും ആസ് എ ചൈൽഡ്, ആസ് എ സ്റ്റുഡന്റ് നമ്മൾ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാണ്, ലേണിംഗ് ആണ് നടക്കുന്നത് അല്ലെ എഡ്യൂക്കേഷനിൽ. മാത്രമല്ല നമുക്ക് എന്തെല്ലാമാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്? നോളേജ് അക്വയർ ചെയ്യുന്നുണ്ട്, വാല്യൂസ് അക്വയർ ചെയ്യുന്നുണ്ട്, സ്കിൽസ് അക്വയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എഡ്യൂക്കേഷനിലൂടെയാണ് കിട്ടുന്നത്. ഒരു നോളേജ് മാത്രമല്ല, നോളേജിന്റെ കൂടെ നമുക്ക് പല ടൈപ്പ് ഓഫ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട മോറൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാല്യൂസ്, നമ്മൾ അറിയേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അക്വയർ ചെയ്യുന്നത് എഡ്യൂക്കേഷനിൽ നിന്നാണ്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു മേക്ക് പ്രൊഡക്റ്റീവ് മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി. ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സിനെ എന്താ പറയാ മേക്ക് ചെയ്യാൻ പറ്റുക, ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് ലേണിംഗ് എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അക്വയർ ചെയ്യുന്നു. നമുക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആവാൻ സാധിക്കുക എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുമ്പോഴാണ്. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്? It's a process of planning, organizing, directing, coordinating, and controlling of an institution by utilizing human and material resources for the functions of teaching, work, and research. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട് കേട്ടോ. പ്ലാനിങ് വരും, നമ്മൾ പല കാര്യങ്ങളും ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ചെയ്യേണ്ടി വരും, ഓർഗനൈസ് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ് ചെയ്യേണ്ടി വരും, കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് കൺട്രോളിങ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ യൂസിങ് എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെയും അതുപോലെ മെറ്റീരിയൽ റിസോഴ്സസിനെയും നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്ന ഈ ഒരുപാട് പ്രോസസ്സുകൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. 1 second.
നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞ ഈ ഓരോ കൺസെപ്റ്റും, പ്ലാനിങ് ആയിക്കോട്ടെ, ഓർഗനൈസിങ് ആയിക്കോട്ടെ, ഡയറക്റ്റിംഗ് ആയിക്കോട്ടെ, എന്തൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നോക്കാനുണ്ട് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ഗോ വിത്ത് പ്ലാനിങ്. ഒരു മാനേജ്മെന്റ് ഏറ്റവും വ്യക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഓക്കെ അല്ല എന്ന് നമ്മൾ പറയും, ഒരു ബിൽഡിങ്ങിന്റെ അടിത്തറ ശരിയായിട്ടില്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് എങ്ങനെയാ നിലനിൽക്കുക? അതുപോലെ തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഫോർ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് വർക്കിംഗ് ഔട്ട് എ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് that need to be done to accomplish the purposes set for the school or organization. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മളൊരു ഒരു ഇയറിലോട്ടുള്ള പ്ലാനിങ് ആയിരിക്കും ഏതൊരു മാനേജ്മെന്റ് ആണെങ്കിലും നടത്തുക. അപ്പൊ ആ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അവിടെ നടക്കാൻ സാധ്യമായിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ഒരു ബ്രോഡ് ഔട്ട്ലൈൻ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് അറ്റ് ദ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽസ് ഓൾസോ. നമ്മള് ഡിസ്ട്രിക്ട് ലെവലിൽ മാത്രമല്ല, സ്റ്റേറ്റ് ലെവലിൽ എന്തൊക്കെ പ്ലാനിങ് വരും, നാഷണൽ ലെവലിൽ പല ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് വരും. ഇതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻ പ്ലാനിങ്, targets are fixed and a plan of action is outlined. Resources needed to be implement the plan, time frame and the constraints are carefully considered. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് ഒരു പ്ലാൻ മാത്രം ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് വ്യക്തമായിട്ട് നടത്തേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു പ്ലാൻ നടത്തിക്കൊണ്ടുവരാൻ എത്ര ടൈം നമുക്ക് വേണ്ടി വരും, ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ കൺസ്ട്രെയിൻസ്. ഇനി ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് നമ്മൾ നേരിടേണ്ടി വരും, എന്തൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് മേ ബി അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ വരിക. ഐ തിങ്ക് ദിസ് സെക്ഷൻ എന്താ പറയാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാനിങ് ഓഫ് ദ ആക്ടിവിറ്റീസ്, അതൊരു 1 ഇയറിലോട്ടുള്ളത് വളരെ വ്യക്തമായിട്ടും ടൈം ഫ്രെയിം എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഒരു സ്റ്റഡി നടത്തണം കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ഓർഗനൈസിങ്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്താ? ഓർഗനൈസ് ചെയ്യുക അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സസിനെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതൊരു ഇംപ്ലിമെന്റേഷനിലോട്ട് എത്തിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെയാണ് ഓർഗനൈസിംഗിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. This task include employing suitable persons in adequate number, building the infrastructure and ensuring proper coordination. ഇനി നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്കൂളിൽ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി എത്ര ആളുകൾ വേണ്ടി വരും? ആ ഒരു ടാസ്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എത്ര എംപ്ലോയീസിനെ അല്ലെങ്കിൽ എത്ര ഇതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പേഴ്സിനെ കൊണ്ടുവരണം? അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? ആൻഡ് എൻഷുറിങ് പ്രോപ്പർ കോർഡിനേഷൻ. ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ഹ്യൂമൻ മെറ്റീരിയൽസും എല്ലാം കൂടി ചേർത്തൊരു പ്രോപ്പർ കോർഡിനേഷൻ കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ദിസ് ഇൻവോൾവ്സ് എ പ്രോപ്പർ ഫോർമൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി through which works of divisions are arranged, defined, coordinated for defined objective. ഇനി നമ്മളൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്കറിയാം ഈ ഒരു പ്ലാനിന്റെ എല്ലാം പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ആ ഒരു അതോറിറ്റിന്റെ ഒരു പവർ ഓഫ് അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. വർക്ക് അലക്കേറ്റ് ചെയ്യുന്നതും എങ്ങനെയൊക്കെ രീതിയിൽ വർക്ക് മൂവ് ചെയ്യണം, അതിന് വ്യക്തമായിട്ടുള്ള ഓരോ പൊസിഷനിലും ഏതൊക്കെ ആളുകൾ വേണം, ഇതിനെല്ലാം എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് അവിടുത്തെ മാനേജ്മെന്റ് ആയിരിക്കും. ദ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ്. എന്തൊക്കെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നമുക്ക് ഈ ഒരു ഇയറിൽ നമുക്ക് നടത്താൻ ആവശ്യമായിട്ടുണ്ട്? ഇത്തരം ഒരു കാര്യം ഓർഗനൈസ്
ഓർഗനൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇത്തരം ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂപ്പിംഗ് ആൻഡ് അസൈൻമെന്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഇതിനു വേണ്ടി എന്തൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം, എന്തൊക്കെ അസൈൻമെന്റ്സ് നമ്മൾ ചെയ്യണം, ഈ ഓരോ ആളുകളും ഏതൊക്കെ മേഖലകളിലാണ് വളരെ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്, അവർക്ക് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കും അല്ലെ. നമ്മുടെ സ്കൂളില് പാട്ട് പാടാൻ നല്ല കഴിവുള്ള ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ആർട്സിലെ കാര്യങ്ങളും, അത് ലൈക്ക് മ്യൂസിക്, മാപ്പിളപ്പാട്ട്, ഇങ്ങനത്തെ സോങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അസൈൻ ചെയ്യുക ആ ഒരു ടീച്ചർക്കായിരിക്കും. ഇനി ഡാൻസ് വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ ഡാൻസ് റിലേറ്റഡ് ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന, അങ്ങനത്തെ എല്ലാ എന്താ പറയാ വോയിസിന്റെ ഐറ്റംസ് ആണെങ്കിലും എല്ലാം നമ്മൾ അസൈൻ ചെയ്യുക ആ ഒരു ടീച്ചർക്കായിരിക്കും. അപ്പൊ വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ നിയമിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, അലൊക്കേഷൻ ഓഫ് ഫിക്സഡ് റെസ്പോൺസിബിലിറ്റി ടു ഡെഫിനിറ്റ് പേഴ്സൺസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ റെസ്പോൺസിബിലിറ്റി നമ്മൾ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ നമ്മളത് ആ ഒരു വർക്ക് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇനിയിപ്പോ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്യാണ്, നമ്മളൊരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്യാണ്, വളരെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു വർക്കിനെ അലക്കേറ്റ് ചെയ്യും അല്ലെ, നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഓരോ വിഭാഗം ഇന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടൈപ്പ് ഓഫ് റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇപ്പൊ ബാക്ക് സ്റ്റേജ് ആയിക്കോട്ടെ, ബാക്കി ഫുഡ് നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ അതോറിറ്റീനെ ഡെലിഗേറ്റ് ചെയ്യുക, ഇതെല്ലാം ഓർഗനൈസിംഗിൽ വരുന്ന കാര്യങ്ങളാണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് അങ്ങനെ പ്ലാനിങ് കഴിഞ്ഞു, ഓർഗനൈസിങ് കഴിഞ്ഞു. ഇനി കൺട്രോളിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കൺട്രോളിംഗിൽ ഇറ്റ് ഇൻവോൾവ്സ് മെഷറിംഗ് ആൻഡ് മോണിറ്ററിംഗ് പെർഫോമൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലാൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റ്ലി ആക്ഷൻസ് വെൻ റിക്വയർഡ്. ഇപ്പൊ നമുക്കൊരു പ്ലാൻ ഉണ്ട് അല്ലെ, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ, മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ ആ ഒരു പ്ലാൻ നടന്നു പോകുന്നുള്ളത് നമുക്കൊരു ധാരണയില്ല അല്ലെ. അപ്പൊ വ്യക്തമായിട്ടൊരു മോണിറ്ററേഷൻ വേണം. അത് പെർഫോമൻസ് വളരെ കറക്റ്റ് ആയിട്ടല്ലേ നടക്കുന്നേ, നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടല്ലേ, ടാസ്ക് അനുസരിച്ചിട്ടല്ലേ പ്ലാൻ നടക്കുന്നേ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇൻഡിക്കേറ്റ്സ് ദ ഗോൾ അച്ചീവ്ഡ്, ദ എക്സ്റ്റെന്റ് ഓഫ് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ പ്ലാൻസ്. ഇറ്റ്സ് പ്ലാൻ ആണ്, ടി ഇല്ല കേട്ടോ ആക്ച്വലി അവിടെ, അത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ജനറേറ്റ് അക്യൂറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗീവ്സ് ഫീഡ്ബാക്ക്. നമുക്കറിയാം എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്നുള്ളത് അല്ലെ. ആ ഒരു അച്ചീവ് ചെയ്യേണ്ട ഗോളിൽ നിന്നും ഏതെങ്കിലും സമയത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടോ, നമ്മുടെ ആക്ച്വൽ പ്ലാനിൽ നിന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. അക്യൂറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇതിനു വേണ്ടി നമുക്ക് കളക്ട് ചെയ്യണം. ഫീഡ്ബാക്ക് പല ടൈമിൽ നമുക്ക് ഫീഡ്ബാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഇതെല്ലാം ഈ ഒരു സ്റ്റേജിലാണ് നടക്കുക. ഫോക്കസസ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത ടാസ്ക് എന്താണോ, നടന്നു വന്ന ടാസ്ക് എന്താണോ, ഇത് രണ്ടിനും ഒരു ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടി വരെ ഈ ഒരു സ്റ്റേജിലായിരിക്കും. ആക്ച്വൽ പ്ലാനിന് ഡീവിയേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഫോക്കസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് മോണിറ്ററിംഗ്, പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക്, ഗൈഡൻസ് and correction whenever needed is a very important function of educational management. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക. ഇൻ കേസ് അവർ പോകുന്ന റൂട്ട് ശരിയല്ലെങ്കിൽ അവർ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് വളരെ നല്ലൊരു ടൈപ്പ് ഓഫ് ഗൈഡൻസ് കൊടുക്കാൻ അവർക്ക് സാധിക്കും. കറക്ഷൻസ്, വെനെവർ കറക്ഷൻ ഇസ് നീഡഡ്, അത് കൊടുക്കാൻ മാനേജ്മെന്റിന് സാധിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, performance of the staff should be observed and incentives and disincentives may be used as the occasion demand. ഇനി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന്റെ പെർഫോമൻസിനെ അളക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്റ്റെപ്പില് ഇൻസെന്റീവ്സ് കൊടുക്കേണ്ട വളരെ പോസിറ്റീവായിട്ട് നന്നായിട്ട് ഇമ്പാക്ട് കൊണ്ടുവരാൻ വരുന്ന ഒരു കൈൻഡ് ഓഫ് വിഭാഗം ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻസെന്റീവ്സ് കൊടുത്തേ പറ്റുള്ളൂ മാനേജ്മെന്റ്, എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ വർക്ക് ചെയ്യുന്ന ജോബിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇൻ കേസ്
സ്കൂളിന്റെ പോളിസീസ് അല്ലെങ്കിൽ റൂൾസിന് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരിക്കും. അവർക്ക് ഡിസെന്റീവ്സ് വേണമെങ്കിൽ അതും ഒക്കേഷൻ അനുസരിച്ചിട്ട് മാനേജ്മെന്റിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഈ കൺട്രോളിംഗില് മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ആണ് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇനി കുറച്ച് കാര്യം കൂടെ നമുക്ക് ഈ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സംടൈംസ് ദിസ് ഫംഗ്ഷൻ ഓഫ് കൺട്രോളിംഗ് മേ ഏൺ ദ ഡിസ്പ്ലഷർ ആൻഡ് ആങ്കർ ഇൻ ദ സബോർഡിനേറ്റ്സ്. നമ്മൾ പറഞ്ഞു ചിലവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാം, ചിലവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാം. ഇതെല്ലാം മേ ബി ചില സമയങ്ങളിലെങ്കിലും പലരുടെയും മനസ്സിൽ ഒരു ഡിസ്പ്ലഷർ അല്ലെങ്കിൽ ഒരു ആങ്കർ കൊണ്ടുവരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ കൺട്രോളിംഗ് എന്ന് പറഞ്ഞുള്ള സ്റ്റേജ് കുറച്ചൊരു ട്രിക്കിയാണ്, കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സ്റ്റേജ് ആണെന്ന് നമുക്ക് പറയാം. ഇതിന് റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ നമുക്കറിയാം ആസ് എ ഒരു ഫംഗ്ഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഇത്തരം ഡിസ്പ്ലഷർ അല്ലെങ്കിൽ ആങ്കേഴ്സ് എല്ലാം മാക്സിമം ഇല്ലാതാക്കുമ്പോഴാണ് ആ ഒരു ഫേം വളരെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയോൺമെന്റ് ആൻഡ് ഫെസിലിറ്റീസ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫെസിലിറ്റീസ്, ഇനി അവരുടെ ടീച്ചേഴ്സിന് വർക്ക് ചെയ്യാൻ വളരെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ഫെസിലിറ്റീസ് വേണം അല്ലെ. ഫെസിലിറ്റി ഇല്ലാതെ നമ്മൾ ഇത്രയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റും വളരെ ടെക്നോളജിക്കൽ പരമായിട്ട് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം മാനേജ്മെന്റ്. എങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും. ഇൻട്രൊഡ്യൂസിംഗ് ദ റിക്വയർഡ് ചേഞ്ചസ് ഇൻ ദ മെറ്റീരിയൽ യൂസ്ഡ് ആൻഡ് പ്രൊസീജിയേഴ്സ് അഡോപ്റ്റഡ്. മേ ബി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാനേജ്മെന്റിന് തോന്നുകയാണ് ഇത് പോകുന്ന റൂട്ട് ശരിയില്ല, നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ മേ ബി അവർ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന മെറ്റീരിയൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരും, പ്ലാൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അവർ വർക്ക്ഔട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൽ മേ ബി സം കൈൻഡ് ഓഫ് ചേഞ്ചസ് വരുത്തേണ്ടി വരും. അത് വരുത്താൻ മാനേജ്മെന്റ് ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് എക്സാമിനിങ് ദ ലെവൽ ഓഫ് എബിലിറ്റീസ്, ഡിവോഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദ സബോർഡിനേറ്റ്സ്. അവിടെ വർക്ക് ചെയ്യും നമ്മുടെ ഫേമില് നമുക്ക് വേണ്ടി, നമ്മുടെ സ്കൂളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിന്റെ എബിലിറ്റീസ് എത്ര ഏബിൾ ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് ക്രോസ് എക്സാമിൻ ചെയ്യുക. അവർ എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ ഫെസിലിറ്റീസിൽ, ഇനഫ് ട്രെയിനിങ്സ് അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് വളരെ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാക്സിമം സബോർഡിനേറ്റ്സിന്റെ ഇടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇത്തരം ടൈപ്പ് ഓഫ് ഡിസ്പ്ലഷർ അല്ലെങ്കിൽ ആങ്കർ നമുക്കൊരു പരിധി വരെ മാനേജ്മെന്റിന് കുറക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം അവർ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഇതാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിറക്ഷൻ. നമ്മൾ പ്ലാനിങ് കഴിഞ്ഞു, അത് ഓർഗനൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഇനി ഡയറക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് ഈക്വൽസ് ഈസ് എസെൻഷ്യൽ. നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സബോർഡിനേറ്റ്സിന്റെ ഇടയിലായിക്കോട്ടെ, സുപ്പീരിയേഴ്സ് അവര് നേരെ താഴെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരോട് ആയിക്കോട്ടെ, വ്യക്തമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒരു തരത്തിലുള്ള ഹൈഡിങ്ങും കാര്യങ്ങളും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ആൻഡ് ഇൻഅഡിക്വസി ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ തന്നെയാ പറഞ്ഞേ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റഡ് ആയിട്ട് നമ്മുടെ പ്ലാൻ എന്താണോ, നമ്മുടെ ഗോൾ എന്താണോ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ, ഇതനുസരിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് വൺ വേ ചാനലിൽ എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കും ഇഫ് ദർ ഇസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ, മോട്ടിവേഷൻ ക്യാൻ ബി ഇംപ്ലൈഡ് ഇൻ ഡയറക്ഷൻ. നമ്മൾ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ, ഇനി പോകുന്ന വഴി ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇനഫ് മോട്ടിവേഷൻസ് ആ ഒരു മാനേജ്മെന്റിന് കൊടുക്കാൻ സാധിച്ചാൽ ഡയറക്ഷൻസ് വളരെ ക്ലിയർ ആയിരിക്കും. വഴി തെറ്റി ആരും പോവാൻ ചാൻസ്
ഇല്ല, കുറവാണ് കേട്ടോ മോട്ടിവേഷൻ. ഇഫ് ദർ ഇസ് ഇനഫ് മോട്ടിവേഷൻ ഗിവൺ ഫ്രം ദ അപ്പർ സൈഡ്. നെക്സ്റ്റ് is employees should develop enthusiasm for work, involvement and desire to achieve പെർഫെക്ഷൻ. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്, ഒരു ലീഡർഷിപ്പ് നമ്മുടെ സുപ്പീരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് സൈഡ് ഒരുപാട് ഉണ്ടായിരിക്കും. നമ്മൾ വളരെ ഇൻവോൾവ് ആയിരിക്കും. സ്കൂളിന്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് ഫാമിലി പ്രോബ്ലംസ് ആയിക്കോട്ടെ ഒന്നും നമ്മളെ കേൾക്കുന്ന കാര്യമായിരിക്കില്ല അല്ലെ. നമ്മൾ നമ്മുടെ കുട്ടികളും നമ്മുടെ ജോബിൽ വളരെയധികം ഇൻവോൾവ് ആയിരിക്കും. നമ്മൾ മാക്സിമം പെർഫെക്ഷൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കും. വളരെ എന്തൂസിയാസം ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ ഡേയും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ വർക്ക് എൻവയോൺമെന്റ് വളരെ പോസിറ്റീവ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ജോബും അതനുസരിച്ച് ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് നീങ്ങും. നെക്സ്റ്റ് വൺ ഇസ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് to achieve the objectives of the management, persons, materials and ideas are very important. നമ്മൾ പറഞ്ഞു ടാസ്ക്, ഒരുപാട് ടാസ്ക് ഉണ്ടായിരിക്കും, ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരിക്കും, ഒരു അക്കാഡമിക് ഇയറിൽ ഒരുപാട് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് വെരി ഇമ്പോർട്ടൻറ്റ്, മെറ്റീരിയൽ റിസോഴ്സസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐഡിയാസ്, പല ടൈപ്പ് ഓഫ് ഐഡിയാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു ഒബ്ജക്റ്റീവ്, നമ്മളൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ മാനേജിങ് ദ പീപ്പിൾ ബിക്കംസ് ഡിഫിക്കൽട്ടി അറ്റ് സം ടൈംസ്. നമുക്കറിയാം ഒരു ഫേം ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, സുപ്പീരിയേഴ്സ് ഉണ്ടായിരിക്കും, സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഫേം ആണ് അല്ലെ. അവിടെ ചില ആളുകളെങ്കിലും മാനേജ് ചെയ്യാന്ന് പറയുന്നത് അറ്റ് സംടൈംസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാനേജ്മെന്റ്. പക്ഷെ അത് അവർ മാനേജ് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ. നെക്സ്റ്റ് വൺ, മാനേജേഴ്സ് ഷുഡ് എൻഷുർ ഹാർമണി ആൻഡ് ടീം സ്പിരിറ്റ് എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യില്ല. അപ്പോൾ അവരുടെ എൻവയോൺമെന്റ് ഒക്കെയാണ്, പോസിറ്റീവ് ആണ്, എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നതെന്നുള്ളത് മാനേജേഴ്സ് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോർ ദെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു വർക്ക് വെരി സ്മൂത്ത്ലി. ഇതെല്ലാമാണ് ആസ് കോർഡിനേഷൻ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇവാലുവേഷൻ. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളൊരു സെക്ടറിലോട്ട് എത്തുകയാണ് അല്ലെ. ഓൾ പ്ലാൻസ്, സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഹാവ് ടു ബി ഇവാലുവേറ്റഡ് to assess their success or failure. ഈ നമ്മൾ പ്ലാൻ ചെയ്തു, അത് ഓർഗനൈസ് ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, കൺട്രോളിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളും നടന്നിട്ടുണ്ടോ, നമ്മുടെ ആക്ടിവിറ്റീസ് സക്സസ് ആയിരുന്നോ, അതോ അതൊരു ഫെയിലിയർ ആയിരുന്നോ, ഇത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ദർ ഇസ് നോ ഇവാലുവേഷൻ, ഫർദർ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റിന് ഒരു ചാൻസും ഇല്ല. ഫെയിലിയർ ആയി, സക്സസ് ആയി, നമ്മൾ അത് ഇരുന്ന് അസസ് തന്നെ വേണം. ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഫ്യൂച്ചർ പ്ലാൻസ് മോർ റിയലിസ്റ്റിക്. ഇൻ കേസ് നമ്മളൊരു പ്ലാൻ ഇട്ടു, അത് നടന്നില്ല, ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു പ്ലാൻ നടന്നേ പറ്റുള്ളൂ അല്ലെ. മേ ബി ഫെയിലിയർ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫ്യൂച്ചറിൽ ആ ഒരു പ്ലാൻ റിയലിസ്റ്റിക് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇത്തരം ഇവാലുവേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവാലുവേറ്റ് ചെയ്യണം, എന്തുകൊണ്ട് നടന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നു, പോസിറ്റീവ് സൈഡ് എന്തായിരുന്നു, ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്തായിരുന്നു എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഇരുത്തി അസസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ടു പ്രൊമോട്ട് ദ എഡ്യൂക്കേഷൻ ഓഫ് ദ വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി, അച്ചീവ്മെന്റ് ഇൻ പബ്ലിക് എക്സാമിനേഷൻ ഹാവ് ടു ബി ഇവാലുവേറ്റഡ് and reviewed so that in future more effective measures could be introduced. In case ഇപ്പൊ ഒരു ഒരു 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു ബാച്ച് ആണ്, അവര് ബാച്ച് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. പബ്ലിക് എക്സാമിൽ അവർ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. അത് ഇൻ കേസ് ആ ഒരു ബാച്ച്
അത്ര ഓക്കെ ആയിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു ബാച്ചിന്റെ കുഴപ്പം? എന്തുകൊണ്ടാണ് പബ്ലിക് എക്സാമിന് നമുക്ക് വളരെ നന്നായിട്ട് ഒരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നത്? ഇത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ബാച്ചസ് കം ഔട്ട് ചെയ്യുമ്പോൾ അവരിൽ നമുക്ക് നല്ലൊരു ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൂ. ഒരു ഫർദർ ഇംപ്രൂവ്മെന്റ് നടത്തണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് എവിടെയാണോ വാല്യുവേഷൻ ചെയ്യേണ്ടത്, എവിടെയാണോ അസസ്മെന്റ് ചെയ്യേണ്ടത്, അവിടെ അസസ്മെന്റ് ചെയ്തേ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്ത് കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിലും അതിന്റെ ഇവാലുവേഷൻ സൈഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത്രയാണ് എനിക്ക് ആ ഒരു കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ്, ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്യക്തതയോടുകൂടെ പഠിക്കുക, ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവര് വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് സൈഡാണ് കേട്ടോ ഇത്. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് വിത്ത് കറക്റ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ. നമ്മുടെ ഫേമില്, നമ്മുടെ ഓർഗനൈസേഷനില് ഡേ ബൈ ഡേ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എന്തൊക്കെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടോ, നമ്മൾ ആരെയൊക്കെ ഹയർ ചെയ്യുന്നു, നമ്മൾ അണ്ടറിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും രജിസ്റ്റേഴ്സും റെക്കോർഡ്സും ക്ലീൻ ആയിരിക്കണം, ഡാറ്റാസ് ക്ലിയർ ആയിരിക്കണം. അത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇൻഫോർമേഷൻസ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്യേണ്ടത് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് ഇൻക്ലൂഡ് ദ റെക്കോർഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. അവിടെ പഠിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന്റെ ഡാറ്റാസ് നമ്മൾ അറിയണം. ടീച്ചേഴ്സ് എന്തൊക്കെയാണോ കുട്ടികളുടെ ഡീറ്റെയിൽസ്, അവരുടെ റെക്കോർഡ്സ്, ടീച്ചേഴ്സിന്റെ റെക്കോർഡ്സ് ഇമ്പോർട്ടന്റ് ആണ് കീപ്പ് ചെയ്യാന്നുള്ളത്. ഓരോ ഡേയും നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ്, അതിന്റെ റെസീപ്റ്റ്സ്, പേയ്മെന്റ് മെത്തേഡ്സ്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റാസ് കീപ്പ് ചെയ്യുക. ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആസ് എൻ ഓർഗനൈസേഷൻ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ഫർദർ എപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊരു നമുക്കൊരു ഒരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പ്രോബ് എവിടുന്നേലും വരികയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമ്മുടെ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്യാൻ ആസ് എ മാനേജ്മെന്റ് അവർക്ക് സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ പലതരത്തിലുള്ള കോൺസിക്വൻസും അവർ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ ആണോ? ഇപ്പോ വോയിസ് ഓഡിബിൾ അല്ലേ? ഇല്ലല്ലോ? ഓക്കെ, ഓൾ സെറ്റ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിസോഴ്സ് മാനേജ്മെന്റ്. ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 3 മേഖലകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സസ്, നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ റിസോഴ്സസ്, തേർഡ് വൺ ഈസ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഈ 3ഉം എന്താ പറയാ, കോറിലേറ്റഡ് ടു ഈച്ച് അതർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നില്ലാതെ മറ്റിന് എക്സിസ്റ്റൻസ് ഇല്ല. മെറ്റീരിയൽസ് ഇല്ലാതെ ഹ്യൂമൻ റിസോഴ്സ് അവിടെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സസ് കൊണ്ടുവരാന്നുള്ളത് പോസിബിളും അല്ല. അപ്പൊ ഈ 3 റിസോഴ്സസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ 3 റിസോഴ്സസും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, management of human resources. In educational institutions, the most part of the human resource is constituted by teachers. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ അല്ലെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെയാണ് അല്ലെ. അതാണ് അവിടുത്തെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്. നെക്സ്റ്റ് വൺ, an educational institution can function effectively and efficiently if a right person who have adequate educational qualification, training and ability to organize curricular and co-curricular activities of the school. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഇനഫ് ട്രെയിനിങ്സ് കൊടുക്കണം,
കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ എഫക്റ്റീവ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും റൺ ചെയ്യുന്നതായിരിക്കും. Next point, efficiency of human resources can be further increased by making the working environment very pleasant and service conditions attractive with proper salary, regular promotions and professional development incentives for achievements. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡാണ് അല്ലെ. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി കൂടണമെന്നുണ്ടെങ്കിൽ, സ്കൂളിന്റെ പ്ലാൻ അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ടീച്ചേഴ്സിന് കൊടുക്കണം. എപ്പോഴും ഏത് സമയത്തും പ്രഷറും നമുക്ക് സ്ട്രെസ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ടീച്ചറിന് ഫുൾ സാറ്റിസ്ഫാക്ഷനോടുകൂടെ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ഒരു സ്കൂളിലും വർക്ക് ചെയ്യാൻ ചാൻസ് കഴിയില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ മേക്ക് ചെയ്യേണ്ടത് ആ ഒരു മാനേജ്മെന്റ് ആണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നല്ലൊരു സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ one second. ഓക്കെ വളരെ പോസിറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല സാലറി വേണം അല്ലെ. നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി ടീച്ചിങ് നമ്മുടെ എയിമാണ്, നമ്മുടെ ഒരു എന്താ പറയാ ഡ്രീം ആണെന്ന് എന്ത് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ആ ടീച്ചേഴ്സ് സാലറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് സാലറി പ്രൊവൈഡ് ചെയ്യാൻ മാനേജ്മെന്റിന് സാധിക്കണം. റെഗുലർ ആയിട്ടുള്ള പ്രൊമോഷൻസ് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നമ്മളെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻസ് ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടതാണ്. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചർക്ക് വ്യക്തമായിട്ടുള്ള ആ ഒരു റൈറ്റ് പൊസിഷൻ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അച്ചീവ്മെന്റ്സ് പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇൻസെന്റീവ്സ് കൊടുക്കുകയും വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വളരെ എക്യുപ്ഡ് ആയിട്ട്, വളരെ പോസിറ്റീവ് ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട്, ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒരു ഹ്യൂമൻ റിസോഴ്സിന് അവരുടെ സ്കൂളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Next point is management of material resources. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് is material resources. If the required tools and materials are not able to provide, then the service of good employees are not valid. ഇപ്പൊ നമ്മൾ വിചാരിക്കുക, നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ, നല്ലൊരു ഫാക്കൽറ്റി, എല്ലാ ടൈപ്പും കരിക്കുലർ ആയിക്കോട്ടെ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എന്ത് കൊടുത്താലും 100 out of 100 ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ടീച്ചർ, ആ സ്കൂളിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ സ്കൂളിന് സാധിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കാൻ ആ ഒരു സ്കൂളിന് സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നന്നായിട്ട് അവിടെ 100% കൊടുക്കാൻ പറ്റാം? നല്ലൊരു ഗുഡ് എംപ്ലോയി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ മെറ്റീരിയൽസ് റൈറ്റ് ടൈമിൽ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Next one is many materials and facilities are required for the functioning of institution. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് മെറ്റീരിയൽസും വളരെ എന്തെങ്കിലും കുറച്ച് ഫെസിലിറ്റിയും കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ കുട്ടികൾക്കും പ്രോപ്പർ ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. 100 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. മിനിമം 30 കുട്ടികളെങ്കിലും ഒരു ക്ലാസ്സിലാണെങ്കിൽ മാത്രമേ ആ ടീച്ചർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഒരു അറ്റൻഷനും ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്കൂളാണ്, മാനേജ്മെന്റ് ആണ്. അത് പ്രോപ്പർ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിട്ട് സ്കൂൾ ഫംഗ്ഷൻ ചെയ്യും. ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അഡിക്വേറ്റ്ലി അറ്റ് റൈറ്റ് ടൈം ടു മേക്ക് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇനി ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തു, അത് റൈറ്റ് ടൈമിൽ കൊടുക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ആവാൻ നേരത്താണ് അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും മാനേജ്മെന്റ് കൊടുക്കുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടോ കുട്ടികൾക്ക് അതുകൊണ്ട്? ഇല്ല. അതുകൊണ്ട് തന്നെ റൈറ്റ് ടൈമിൽ റൈറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവൈലബിലിറ്റി അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് പറഞ്ഞു അല്ലെ.
നമ്മൾ എന്തൊക്കെയാണ് ഈ മെറ്റീരിയൽസ്? നമുക്കറിയാം മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. അത് ഒരു കാര്യങ്ങൾ മാത്രമല്ല. അവിടെ ടേബിൾ, ചെയർ, നമ്മൾ ലബോറട്ടറി തിങ്സ്, ലൈബ്രറി ബുക്സ് എല്ലാം ഒരു കാറ്റഗറി ഓഫ് ഐറ്റംസ് തന്നെ ഉണ്ട് ഈ മെറ്റീരിയൽസിന്. നമുക്ക് ഈ മെറ്റീരിയൽസിനെ 2 കാറ്റഗറി ആയിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താലോ? 2 ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണുള്ളത്. കൺസ്യൂമബിൾ അല്ലെങ്കിൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ കൺസ്യൂമബിൾ ഓർ ഡ്യൂറബിൾ ഗുഡ്സ്. മെറ്റീരിയൽസിനെ 2 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് കൺസ്യൂമബിൾ, നെക്സ്റ്റ് വൺ ഇസ് നോൺ കൺസ്യൂമബിൾ ഗുഡ്സ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, എന്താ കൺസ്യൂം ചെയ്യാൻ പറ്റുക. കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യും അല്ലെ, അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. കൺസ്യൂമബിൾ ആയിട്ടുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് നോൺ ഡ്യൂറബിൾ ആയിരിക്കും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതാണ് കൺസ്യൂമബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതിൽ വരുന്ന മെറ്റീരിയൽസിന് എന്തൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്? കെമിക്കൽസ് പർച്ചേസ് ഫോർ ലബോറട്ടറീസ് and office stationaries cannot be used repeatedly and the stock get depleted as and when in use. നമ്മൾ ലാബിലോട്ട് വേണ്ടി ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ലബോറട്ടറിയിലോട്ട് ഒരുപാട് കാര്യങ്ങൾ കെമിക്കൽസും ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഇതെല്ലാം കൺസ്യൂം ചെയ്യുന്നതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു പോവും, സ്റ്റോക്ക് ഡിപ്ലീറ്റഡ് ആയിട്ട് പോവും, പിന്നെ വീണ്ടും അത് റീപർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം മെറ്റീരിയൽസ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ് കൺസ്യൂമബിൾ ഗുഡ്സിൽ വരുന്നത്. ഇലക്ട്രിക് ബൾബ്സ്, ഓട്ടോമൊബൈൽ വെഹിക്കിൾ ടയേഴ്സ്, റബ്ബർ ട്യൂബ്സ്, ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലെ. ഉപയോഗിച്ച് തീരുന്നു, ഉപയോഗിക്കുന്നതോറും അത് ഡിപ്ലീറ്റ് ആയിട്ട് പോവും. നമ്മൾ അത് കഴിയുമ്പോൾ പുതിയ സാധനങ്ങൾ നമുക്ക് അതിന് ആ ഒരു പ്ലേസിലോട്ട് വേറെ നമുക്ക് പുതിയ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് തീർന്നു പോകുന്ന സാധനത്തിനെയാണ് കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ് വൺ, a consumable stock register can be separately maintained, indicating the details like date and quantity of different items purchased, quantity of items used, date of use, and signature of person who used it. നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് നമ്മൾ കമ്പ്യൂട്ടർ ലാബിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സ് ലാബിലോ എന്തിലോ ആയിക്കോട്ടെ, നമ്മള് എൻ്റർ ചെയ്യുമ്പോൾ ഡേറ്റും സിഗ്നേച്ചർ ഒക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ പേര് എഴുതും അല്ലെ. നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഒരു കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പ്രോപ്പർ ആയിട്ട് ഡേറ്റ് ഉണ്ടായിരിക്കണം, നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്തത് എന്നുള്ള ആ ഒരു പേര് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവിടെ എഴുതിയിരിക്കണം. നമ്മൾ ഇതിൽ ഏതൊക്കെ ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്തു, എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്, ഇത് ആരാണ് യൂസ് ചെയ്തത്, ഇത്തരം ഇൻഫോർമേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ ഒരു സ്കൂൾ വ്യക്തമായിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. ഇതാണ് എനിക്ക് കൺസ്യൂമബിൾ ഗുഡ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ഓക്കെ ആണോ? കൺസ്യൂമബിൾ ഗുഡ്സ് ഓക്കെ ആണോ? നോൺ ഡ്യൂറബിൾ ആണത് ഓക്കെ ആണോ കൺസെപ്റ്റ്? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് നോൺ കൺസ്യൂമബിൾ ഗുഡ്സ്. നമ്മൾ പറഞ്ഞു കൺസ്യൂമബിൾ ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യും, കഴിയും, റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നോൺ കൺസ്യൂമബിൾ എന്തായിരിക്കും? നമുക്കത് അങ്ങനെ യൂസ് ചെയ്താൽ തീരുന്നതല്ല അല്ലെ. വീണ്ടും വീണ്ടും ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് ഒരുപാട് കാലത്തിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയാണ് നമ്മൾ നോൺ കൺസ്യൂമബിൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതൊക്കെയാണ് ഫർണിച്ചേഴ്സ് വരും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇപ്പൊ നമ്മളൊരു ലബോറട്ടറി, ഒരു കമ്പ്യൂട്ടർ ലാബ് സെറ്റപ്പ് ചെയ്യാണ്, അവിടെ നമ്മളൊരു 12 സിസ്റ്റം വാങ്ങി. നമ്മളിത് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് ആയിട്ട് പോവോ? ഇല്ല. എത്ര ബാച്ച് വന്നാലും എത്ര ഇയേഴ്സ് കടന്നു പോയാലും അതിനൊരു വാറന്റി ഉണ്ടാവും അല്ലെ. അതിന് ആ ഒരു വാറന്റി എത്തുന്നിടത്തോളം അത് നമുക്ക് വീണ്ടും ഡ്യൂറബിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഫർണിച്ചേഴ്സ് ഇൻ കേസ് എന്തെങ്കിലും ഒരു റിപ്പയറിംഗ് വന്നാൽ മാത്രമേ നമ്മൾ അതിനൊന്നും മാറ്റുകയുള്ളൂ. അതുവരെ നമുക്ക് ഡ്യൂറബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, പല ടൈപ്പ് ഓഫ് ഫിറ്റിംഗ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം നോൺ കൺസ്യൂമബിൾ ഗുഡ്സിൽ വരുന്നതാണ്. ടെലിവിഷൻസ്, റേഡിയോസ് എല്ലാം. They last for long and even if it's get damaged could be repaired for
കണ്ടിന്യൂസ് യൂസ്. ഒരുപാട് കാലം ഇവർ നിലനിൽക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡാമേജ് സിസ്റ്റത്തിനെല്ലാം വന്നു എന്ന് വിചാരിക്കുക, നമുക്കത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൺസ്യൂം ചെയ്ത് പോകുന്നതല്ല, നമുക്കത് റിപ്പയറിന് ശേഷം വീണ്ടും അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാലത്തിൽ വീണ്ടും നമുക്ക് ഡ്യൂറബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കും നോൺ കൺസ്യൂമബിൾ ഗുഡ്സിൽ വരുന്ന മെറ്റീരിയൽസ്. When some items of the durables became unrepairable, they should be treated as condemned and deleted from the stock register with approval of manager or higher authority. ഇൻ കേസ് നമ്മൾ പറഞ്ഞു നമുക്കിത് റിപ്പയർ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം. ഇൻ കേസ് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് നമുക്കത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ, ആ ഒരു ഐറ്റം സ്റ്റോക്ക് രജിസ്റ്ററിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യണം. അത് നമുക്ക് അങ്ങനെ വെറുതെ ഡിലീറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അവിടെ പ്രോപ്പർ ആയിട്ട് മാനേജറിന്റെ സൈഡിൽ നിന്ന് ഒരു അപ്രൂവലോ അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിന്റെ സൈഡിൽ നിന്ന് ഒരു അപ്രൂവലോ കിട്ടിയതിന് ശേഷം ഈ ഐറ്റം കംപ്ലീറ്റ്ലി നാശമായി പോയി, ഡാമേജ് ആയി പോയി എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുകയാണ്, അത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് രജിസ്റ്ററിൽ നിന്നും നമുക്ക് ആ ഒരു ഐറ്റത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. It is desirable to conduct internal audit every year so that physically all the materials in stock can be checked and various records and registers can be kept with the help of suitable teachers. ഇനി ഇത് എല്ലാ സ്കൂളുകളിലും നടക്കുന്നതാണ്. എല്ലാ ഇയറും അവസാനിക്കുന്ന സമയത്ത് ഒരു ഇന്റേണൽ ഓഡിറ്റ് മാനേജർ നടത്തും. എന്തൊക്കെയാണ് ഒരു ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ചെയേഴ്സിന് റിപ്പയറിംഗ് ആവശ്യമായിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഐറ്റംസിന് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഇത്തരം സ്റ്റോക്കിലുള്ള മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഒരു ഓഡിറ്റിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത ഇയറിലോട്ട് ഒരു പ്ലാൻ നടത്താൻ പറ്റും. അപ്പോ ഈ ഒരു ഡീറ്റെയിൽസിന്റെ റെക്കോർഡ്സും രജിസ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ആ ഒരു ഇയർ കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിസിക്കലി ഈ ഡാറ്റാസ് എല്ലാം ചില ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടെ തന്നെ നമുക്ക് ഇത്തരം ഡാറ്റാസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് സ്റ്റോക്കിലുള്ള മെറ്റീരിയൽസ്, റിപ്പയർ വേണോ, നല്ലതാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് കൺസ്യൂമബിൾ ഗുഡ്സിനെയും നോൺ കൺസ്യൂമബിൾ ഗുഡ്സിനെയും കുറിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ആ ഒരു എക്സാമ്പിൾ തന്നെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇനി സ്റ്റോക്ക് ചെക്കിംഗ് ഷുഡ് ബി അണ്ടർടേക്കൺ ഇൻ ലൈബ്രറി ആൻഡ് ലബോറട്ടറീസ് ഓൾസോ. ഇനി നമ്മൾ പറഞ്ഞു ക്ലാസ് റൂമുകളിൽ മാത്രമോ അല്ലെങ്കിൽ അവരുടെ സ്റ്റോർ റൂമുകളിൽ മാത്രമോ ഉള്ള ഒരു സ്റ്റോക്ക് ചെക്കിംഗ് അല്ല, ക്യാൻ ബി അണ്ടർടേക്കൺ ഇൻ ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. ലൈബ്രറിയിൽ അതുപോലെ തന്നെ ലബോറട്ടറിയിൽ എന്തൊക്കെ തരം സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അത് ബിഫോർ സമ്മർ വെക്കേഷന് തന്നെ നമ്മൾ ആ ഒരു സ്റ്റോക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. നമുക്ക് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് 1 second. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ചെക്കിംഗ് ഇപ്പൊ നമുക്ക് ലൈബ്രറി ആവുമ്പോൾ ഒരുപാട് ബുക്സ് ആവശ്യമായിട്ട് നമുക്ക് ഇപ്പൊ ഓരോ ദിവസവും പുതിയ ബുക്സ് എല്ലാം ഇറങ്ങുന്നതാണ് അല്ലെ. അപ്പൊ കാലത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ ഒരു സ്റ്റോക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ലബോറട്ടറി ആവുമ്പോൾ എന്തായാലും നമുക്കറിയാം സാധനങ്ങൾ തീർന്നു പോവും, വീണ്ടും റീപർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ എല്ലാം ഒരു കണക്ക് ബിഫോർ സമ്മർ വെക്കേഷൻ തന്നെ നമ്മൾ സ്റ്റോക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ, റെക്കോർഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബിഫോർ സ്റ്റാർട്ടിങ് ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം, റീപർച്ചേസിങ് ചെയ്യാനും എല്ലാം സാധിക്കും. Next, stock registers after verification should be placed before the head of the department and get them signed. ഇനി സ്റ്റോക്ക് രജിസ്റ്റർ എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു, ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്ര ഐറ്റംസ് നമുക്ക് റീപർച്ചേസ് ചെയ്യേണ്ടി വരും, ഇത്ര ഐറ്റംസ് സ്റ്റോക്ക് ഓക്കെയാണ്, ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതൊക്കെ നമ്മൾ സൈൻ ചെയ്ത് വാങ്ങുന്നതിന്റെ മുന്നേ തന്നെ, അതായത്
നമ്മൾ ആ ഒരു ഡാറ്റ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കുകയും അവരുടെ സൈൻ വാങ്ങുകയും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഇപ്പൊ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ അവരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യണം, അത് സൈൻ ചെയ്ത് വാങ്ങണം. ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സൈൻ ചെയ്ത് വാങ്ങേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് എനിക്ക് മെറ്റീരിയൽ റിസോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. മെറ്റീരിയൽ റിസോഴ്സസിന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള മൂന്നായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ്, മെറ്റീരിയൽ റിസോഴ്സ്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ്. ദിസ് ഇസ് ദ തേർഡ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇനി ഫിനാൻസ്, എന്താ ഫിനാൻസ്? ആരെങ്കിലും പറയാവോ? ഫിനാൻഷ്യൽ റിസോഴ്സ് എന്തായിരിക്കും? ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ആസ് ആൻ എഡ്യൂക്കേഷൻ. വെരി ഗുഡ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഒരു സ്കൂൾ ആകുമ്പോൾ ഒരുപാട് വേസ്റ്റേജും കാര്യങ്ങളും, ഫുഡ് ആയിക്കോട്ടെ, ബാക്കി വേറെ നോൺ ഫുഡ് അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, മെറ്റീരിയൽസ് ആകുമ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒരുപാട് ഉണ്ടായിരിക്കും. ഇതിന്റെ എല്ലാം ഡിസ്പോസൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മാനേജ്മെന്റിന് അറിഞ്ഞിരിക്കണം. അത് അവരുടെ ഫിനാൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡൊണേഷൻസ് റിസീവ്ഡ് ഫ്രം ഇൻലാൻഡ് ആൻഡ് അബ്രോഡ്. അവരുടെ നാട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പുറമേ നിന്ന് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡൊണേഷൻസ് മേ ബി റിസീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളും അവരുടെ കയ്യിൽ വേണം. അത് അവരുടെ ഫിനാൻഷ്യലി അവർ എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റയാണ് അത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, പെനാൾട്ടീസ് എക്സെട്ര ഫ്രം ദി സ്റ്റുഡന്റ്. ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ എത്രത്തോളം ട്യൂഷൻ ഫീസ് വാങ്ങുന്നുണ്ട്, സ്പെഷ്യൽ ഫീ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങുന്നത്, ഇൻ കേസ് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് അടക്കാത്ത കുട്ടികളിൽ നിന്ന് നമ്മൾ ഫൈൻ ഈടാക്കും അല്ലെ. അപ്പൊ പെനാൾട്ടി ഓരോ കുട്ടിയിൽ നിന്നും എത്രത്തോളം പെനാൾട്ടി നമുക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഫിനാൻഷ്യൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെന്റ് ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഗവൺമെന്റ്സ് ഗ്രാന്റ് റിസീവ്ഡ്. ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് ഒരു കൈത്താങ്ങുണ്ട് അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഒരുപാട് ഗ്രാന്റ്സ് സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യും. അതിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടൊരു ധാരണ ഈ ഒരു മാനേജ്മെന്റിന് ഉണ്ടായിരിക്കും. ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്സ്, ഫാംസ്, ഷോപ്സ്, ഗാർഡൻസ് എക്സെട്ര. ഇൻ കേസ് ഒരു സ്കൂള് ഇത്തരം കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിഭാഗങ്ങളിൽ നിന്നും എത്രത്തോളം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ അവര് ഏതെങ്കിലും സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം, ബാക്കി അവർ എന്തെങ്കിലും ഷോപ്പ് നടത്തിയിട്ടുള്ള ഇൻകം, ഗാർഡൻസ് നടത്തുമ്പോൾ നമുക്കിപ്പോ ഗാർഡൻസ് നടത്തുകയാണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എത്രത്തോളം ഇൻകം കിട്ടുന്നുണ്ട്, ഈ കാര്യങ്ങളിലെല്ലാം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ മാനേജ്മെന്റിന്റെ സൈഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, മെറ്റീരിയൽ റിസോഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 3 കാറ്റഗറീസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ വരുന്ന 3 കൺസെപ്റ്റ് ആണ്. ഐ ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു. 3ഉം വ്യക്തമായിട്ട് തന്നെ നോക്കുക. ഇനി എന്തൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസസ് വരാൻ ചാൻസ് ഉള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാഫ് സാലറി, യെസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അലവൻസ്, പല അലവൻസും അവർ കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് ആയിട്ട് പല കാര്യങ്ങളും എഴുതി കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇൻ കേസ് അവർ റൺ ചെയ്യുന്ന ക്യാമ്പസ് റെന്റിന് മേടിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അവർക്ക് അതിന് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോ മേ ബി ഇത് വളരെ 20% ഒക്കെ ചാൻസ് ഉള്ളൂ കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരവരുടെ ഓൺ ലാൻഡിൽ തന്നെയായിരിക്കും ക്യാമ്പസ് റൺ ചെയ്യുന്നുണ്ടാവുക. ഇഫ് ഇൻ കേസ് സ്പെഷ്യൽ കേസസ് ആയിട്ട് അവർ റെന്റ് ചെയ്യുന്നതാണെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷന് മീറ്റ് ചെയ്യേണ്ടതാണ്. റിപ്പയർ ആൻഡ് ആനുവൽ മെയിൻ്റെനൻസ് ഓഫ് ബിൽഡിംഗ്. നമുക്കറിയാം ആനുവലി പല ടൈപ്പ് ഓഫ് മെയിൻ്റെനൻസും റിപ്പയറിങ്ങും വരും. നെക്സ്റ്റ് പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ്.
ഓരോ ഇയർ കഴിയും തോറും മെറ്റീരിയൽസ് അവർക്ക് പുതുതായിട്ട് മേടിക്കേണ്ടി വരും. എക്യുപ്ഡ് ആക്കി മാറ്റുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ടൈംസ് ഓഫ് എക്സ്പെൻസസ് ഒരു സ്കൂൾ ഡേ ടു ഡേ ലൈഫിൽ മീറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ ഓഫീസ് എക്സ്പെൻസസ്. ഇപ്പൊ ഓഫീസിലാവുമ്പോൾ നമുക്കറിയാം സ്റ്റേഷനറീസ് വാങ്ങേണ്ടി വരും. വേറെ മിസലേനിയസ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള പല ചെറിയ ചെറിയ എക്സ്പെൻസസ് ഇതെല്ലാം സ്കൂൾ മീറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് prudent ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെൻസസ് ഷുഡ് ബി കൺട്രോൾ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഇൻകം. അതായത് നമുക്ക് നമ്മുടെ ഇൻകം എന്താണോ അതനുസരിച്ചിട്ടല്ലേ നമുക്ക് ഔട്ട് ഗോയിങ് ഉണ്ടായിരിക്കുക. നമ്മൾ എപ്പോഴും പറയും വരവ് അനുസരിച്ചിട്ട് വേണം ചെലവാക്കാൻ. ഇതുപോലെ തന്നെയാണ് എത്രയാണോ സ്കൂളിന്റെ ഇൻകം അതനുസരിച്ചുള്ള ഒരു എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ ആ സ്കൂളിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് സാധിക്കണം. റിസർവ് ഫണ്ട് should be created to meet unexpected contingencies. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു 20,000 സാലറി കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നമ്മളൊരു 5,000 സാലറി നമ്മളിങ്ങനെ മാറ്റി വെക്കും അല്ലെ. നമുക്ക് വേറെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് നമ്മൾ മാറ്റി വെക്കും. അതുപോലെ ഒരു സ്കൂളും ഇത്തരം ഒരു ഫണ്ടിങ് മാറ്റി വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇൻ കേസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് എമർജൻസി കേസ് വരികയാണെങ്കിൽ ദേ ക്യാൻ യൂസ് ദിസ് റിസർവ് ഫണ്ട്. Unnecessary loans can be avoided. Every expenditure should have a proper receipt and bill. Unnecessary ആയിട്ട് ലോൺ എടുക്കുന്ന ഒരു ടൈപ്പ് ഒരു കൈൻഡ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ നീതി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് എക്സ്പെൻഡിച്ചർ അവർ എന്ത് ടൈപ്പ് ഓഫ് ബില്ലിങ്സ് നടത്തുകയാണെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള റെസിപ്റ്റും ബില്ലും അവര് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാമാണ് സ്കൂളിന്റെ ലൈക്ക് അവരുടെ എക്സ്പെൻസസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഹോപ്പ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലെ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് വരുന്നത്. നമ്മളൊരു സ്കൂളിനെ കുറിച്ചിട്ടും ഒരു സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.